അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ആദരണീയരും പ്രിയങ്കരനുമായ ചെറുകര ഉസ്താദ് അവറുകൾ ഈയുള്ളവൻ ഉംറയ്ക്ക് വേണ്ടി ബുധനാഴ്ച പുറപ്പെട്ടതിന് ശേഷം ശനിയാഴ്ച അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമാണെങ്കിലും ഈയുള്ളവരെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായി. മരണാനന്തര ചടങ്ങുകളിലും ശുശ്രൂഷകളിലുമൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എങ്കിലും കഴിഞ്ഞ തിങ്കളാഴ്ച സന്നിഗ്ധാവസ്ഥയിലാണെന്നറിഞ്ഞ് ഹോസ്പിറ്റലിലെത്തുകയും അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തിൽ കൂടി നിന്ന സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങൾ, ചെറുകരക്കാർ, ശിഷ്യന്മാർ തുടങ്ങി എല്ലാവരോടുമൊപ്പം മണിക്കൂറുകൾ ഏതാണ്ട് ചെലവഴിച്ച ശേഷമാണ് ഈയുള്ളവൻ മടങ്ങിപ്പോകുന്നത്. അന്നോ പിറ്റേന്നാളോ ഒക്കെയായി അള്ളാഹുവിൻ്റെ ഖളാ നടക്കുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ അള്ളാഹു അവർക്ക് ഏറ്റവും ഹിതകരമായ സമയത്തു തന്നെ അവരെ എടുക്കണമെന്നും അവരുടെ ആയുസ്സിൽ ഏറ്റവും മുന്തിയത് അവരുടെ അവസാനത്തെ സമയമാകണമെന്നും നമ്മൾ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴേ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ്. രോഗാവസ്ഥയിൽ കാണാൻ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതും അതാണ്. ആ നിലക്ക് അദ്ദേഹത്തിന് കിട്ടിയ ആയുസ്സിൽ ഏറ്റവും മുന്തിയ സമയമായിരിക്കണം അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിലേക്ക് നീങ്ങിയത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജകൾ ഉയർത്തട്ടെ. അദ്ദേഹം ഇൽമി രംഗത്ത് ചെയ്ത സേവനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യവാനാണ് അദ്ദേഹം. 965 ബാഖിയാത്തിൽ നിന്ന് വിട്ടയിടം മുതൽ വഫാത്തിൻ്റെ സമയം വരേക്കും ബഹുമാനപ്പെട്ടവർക്ക് ദർസ് നടത്താൻ പറ്റി. പ്രസിദ്ധമായ ദർസു തന്നെ 60 വർഷത്തിലധികമായി ചെറുകര മഹലിൽ മാത്രം മുദരിസായി ബഹുമാനപ്പെട്ടവർ നിൽക്കുന്നു. മുദരിസ് മാത്രമല്ല, ചെറുകര നിവാസികൾക്കെല്ലാം അദ്ദേഹം പ്രിയപ്പെട്ട രക്ഷിതാവ് കൂടിയാണ്. ആ ഒരു ബന്ധം കൊണ്ട് തന്നെയാണ് ചെറുകരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അന്ത്യവിശ്രമസ്ഥാനം ഏകിയതും. ആ അന്ത്യവിശ്രമസ്ഥാനം അല്ലാഹു പ്രഭാപൂരിതമാക്കട്ടെ. അതിൻ്റെ ബർക്കത്ത് അദ്ദേഹം ഇൽമി സേവനം ചെയ്ത ആ ചെറുകര മഹലിലും അവരുടെ കുടുംബാംഗങ്ങളിലും പിന്തലമുറകളിലുമെല്ലാം അല്ലാഹു തആല വർഷിക്കുമാറാകട്ടെ. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലുള്ള 4 സുന്നി സംഘടനകളിലും പെട്ട വലിയ വലിയ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യഗണങ്ങളായുണ്ട്. 4 സുന്നി സംഘടനകളും ആ നിലക്ക് ബഹുമാനപ്പെട്ടവരോട് കടപ്പെട്ടവരാണ്. ഇത്രയധികം ശിഷ്യ സമൂഹമുള്ള മുദരിസുമാർ കേരളീയ ഉലമാക്കളിൽ വളരെ കുറവായിരിക്കും. 1965 ബാഖിയാത്തിൽ നിന്ന് വിട്ടയിടം മുതൽക്ക് നിരന്തരമായി അവർ ദർസിൽ തന്നെയാണ്. ദർസല്ലാത്ത മറ്റൊരു ജോലിയിലും ബഹുമാനപ്പെട്ടവർ വ്യാപൃതരാകുമായിരുന്നില്ല. എൽമിൻ്റെ പഠനവും പിന്നീട് എൽമിൻ്റെ അധ്യാപനവുമായി 90 വയസ്സുവരേക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ മഹാഭാഗ്യമാണ്, വലിയ ദർജയാണ്. ആ ദർജ പരലോകത്ത് ഉയർന്ന ദർജയായി അല്ലാഹു തആല പരിലസിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുമാറാവട്ടെ. അവരുടെ ബർക്കത്തും അവരുടെ സമൃദ്ധിയും ശിഷ്യഗണങ്ങളിലും നമ്മളെല്ലാവരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകുമാറാവട്ടെ. ഇനി നമ്മളെല്ലാവർക്കും ചെയ്യാനുള്ളത് മഹാനവറുടെ പരലോക ദർജകൾ ഉയരുന്നതിന് വേണ്ടി, മുന്തിയ ജസാ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, മരണാനന്തരം ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുക എന്നതാണ്. ശിഷ്യഗണങ്ങളായാലും സ്നേഹജനങ്ങളായാലും എൽമിനെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ആരു തന്നെയായാലും ബഹുമാനപ്പെട്ടവരെ പ്രത്യേകം പരിഗണിക്കേണ്ടതും അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക, പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുക എന്നതെല്ലാം നിർവഹിക്കേണ്ടതും ബാധ്യതയാണ്. സംഘടനാതീതമായി തന്നെ എല്ലാ വിഭാഗം സംഘടനയിലെ നേതാക്കന്മാരും ബഹുമാനപ്പെട്ടവരെ ആദരിക്കുകയും ബഹുമാനപ്പെട്ടവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിയാണ് അദ്ദേഹം. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംഘത്തിന് ഒരു അഭിമാനമായിരുന്നു. അവിഭക്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
മെമ്പറായ അദ്ദേഹം ഷെയ്ഖുന താജുൽ ഉലമ അവറുകളുടെ രാജിയെ തുടർന്നാണ് സമസ്തയുമായുള്ള ബന്ധം വിച്ഛേദിച്ചത്. ഷെയ്ഖുനായുടെ രാജിക്കത്ത് സമസ്തയുടെ ജനറൽ ബോഡിയിലേക്ക് ഷെയ്ഖുന അവറുകൾ ഏൽപ്പിച്ചതും ബഹുമാനപ്പെട്ടവരെയായിരുന്നു. അവിടെ മുതൽ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ സ്ഥാപകാംഗമായി ഇതുവരെയും അവർ സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറയിൽ പ്രവർത്തിക്കുകയും കേന്ദ്ര മുശാവറയെ സജീവമാക്കുകയും ഏതു സജീവമായ ചർച്ചകളിലും ചൂടേറിയ ചർച്ചകളിലും തൻ്റെ സാന്നിധ്യം പ്രത്യേകം അറിയിക്കുകയും ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നിലകൊണ്ടു. കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ ചെയർമാനുമായിരുന്നു അദ്ദേഹം. ഈ നിലക്ക് സംഘടനാ പ്രേമികൾക്കും സംഘടന ഇഷ്ടപ്പെടുന്നവർക്കും സംഘടനാ ബന്ധുക്കൾക്കും സംഘടനാ പ്രവർത്തകർക്കും പണ്ഡിതന്മാർക്കും എല്ലാം ബഹുമാനപ്പെട്ടവരോട് ഏറെ കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിൻ്റെ ശേഷം 7-ൻ്റെ അന്ന് പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകൾ തന്നെ സംഘടിപ്പിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച എല്ലാ മഹല്ലുകളിലും സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ മഹല്ലുകളിലും ബഹുമാനപ്പെട്ടവരുടെ പേരിൽ മയ്യത്ത് നമസ്കരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വിഭാഗം സുന്നി പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ടവരെ ആദരിക്കുന്നുവെന്ന നിലക്ക് തന്നെ എല്ലാവരും ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള പ്രാർത്ഥനകളിലും മരണാനന്തരം ചെയ്യുന്ന എല്ലാ സദ്വൃത്തികളിലും ഭാഗഭാക്കാകുമെന്ന് പ്രത്യാശിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനരുടെ കുടുംബത്തിന് പ്രത്യേകം ക്ഷമയും പ്രത്യേകമായ അനുഗ്രഹങ്ങളും ചൊരിയുമാറാവട്ടെ. മഹാനരുടെ വേർപാട് മൂലമുണ്ടായ നഷ്ടം കുടുംബത്തിൽ പ്രത്യേകിച്ചും അല്ലാഹു തആല നികത്തട്ടെ. നമ്മുടെ സംഘടനയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനർ മൂലമുണ്ടായ നഷ്ടം നികത്തുക എന്ന് പറയാൻ കഴിയില്ല. കാരണം കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ സ്ഥാപകാംഗങ്ങളിൽ ജീവിച്ചിരിക്കുന്ന 2 പേർ മാത്രമാണുള്ളത്. അവരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ടവർ. ഇനിയുള്ളത് അതിൻ്റെ അധ്യക്ഷർ ബഹുമാനപ്പെട്ട കിടങ്ങി ഉസ്താദുകളാണ്. അള്ളാഹു മഹാനർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനായ ചെറുകര ഉസ്താദ് അവർകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിയ ജസാ നൽകി അനുഗ്രഹിക്കുകയും വലിയ പദവിയിലേക്ക് അല്ലാഹു തആല ഉയർത്തുകയും തൻ്റെ മഹാന്മാരായ ഗുരുമഹത്തുക്കളോടൊപ്പം അവരുടെ സുംറയിൽ അല്ലാഹു തആല അവരുടെ ജന്നാത്തുൻ നഈമിൽ മുത്തുനബിയുടെ ചാരത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.